Hello all, welcome back. Hope you all are doing good. So ഞാൻ കൃഷ്ണവേണി ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് is to discuss about a video that I saw online. യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സോ ഐ തോട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഞാനിവിടെ ക്ലിപ്പ് പ്രൊവൈഡ് ചെയ്യാം, അതൊന്ന് കണ്ടിട്ട് തിരിച്ചു തരാം. മോസ്റ്റ്ലി ചിലവരൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും, ബട്ട് സ്റ്റിൽ ഐ എം പ്രൊവൈഡിങ് ദ ക്ലിപ്പ്. ആൻഡ് ബിഫോർ ദ വീഡിയോ ഐ ഹാവ് ടു ടെൽ ദാറ്റ് ഇതാരെയും ഹാം ചെയ്യാനുള്ളതല്ല, ഇതാരെയും ബാഡ് ആയിട്ട് കാണിക്കാനുള്ളതല്ല. ഇറ്റ് ജസ്റ്റ് ടു പ്രൊവൈഡ് സം ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദ വീഡിയോ ദാറ്റ് ഐ സോ. അപ്പോൾ നമുക്കത് കണ്ടു വന്നിട്ട് ബാക്കി പറയാം. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ പട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. സോ എല്ലാവരും കണ്ടില്ലേ? സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് വീഡിയോ അല്ലെങ്കിൽ അബൌട്ട് മെൻ്റൽ ഹെൽത്ത്? പ്ലീസ് കമൻറ്റ് ഡൗൺ ആൻഡ് ലെറ്റ് മീ നോ. സോ ഇനി ഞാൻ എൻ്റെ കോൾ പറയാം ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ്, ആസ് എ ഹ്യൂമൻ ബീയിങ്, ഓക്കെ, ആൻഡ് ആസ് എ പേഴ്സൺ ഹൂസ് ലിവിങ് ഇൻ ദിസ് ജനറേഷൻ. ഓക്കെ, സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് നോട്ട് ടു ബ്ലെയിം ഹർ. നമ്മളതിൽ പറയില്ലേ, എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം എനിക്ക് ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്, അപ്പം എനിക്ക് ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഓക്കെ, പക്ഷേ അതിനപ്പുറത്ത് ഇപ്പം എന്നോട് ഇപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയെക്കുറിച്ച്, ഇപ്പോൾ അത് പറഞ്ഞ മാം ഒരു ആക്ട്രസ് ആണ്, എന്നോട് ആ സിനിമയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ അറിവുണ്ടാവില്ല. ആ സിനിമ കാണുക, അത് ആസ്വദിക്കുന്ന എന്നുള്ളതിലുപരി അതിൻ്റെ ഉള്ളിലൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അറിവുണ്ടാവണമെന്നില്ല. സോ എല്ലാത്തിനെ കുറിച്ച് അറിയാത്തത് ഒരു കുറ്റമല്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല എന്നുള്ളത്. വാട്ട് എവർ. സോ അതല്ല ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. ആ മാമിന് അതിനെപ്പറ്റി അറിയില്ല, ദറ്റ്സ് ഫൈൻ, ദറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ഓക്കെ, നോർമൽ. പക്ഷെ ഷീ ഹാവ് എ ഡ്യൂട്ടി ആസ് എ പബ്ലിക് ഫിഗർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ. കാരണം എത്രയോ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പബ്ലിക്കായിട്ട് ഉള്ളൊരു ഫിഗറാണ് ആ മാം. സോ ബിഫോർ സ്പീക്കിംഗ് ഷീ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു തിങ്ക് ആൻഡ് സേ ഇറ്റ്. കാരണം ഇത് എത്തുന്നത് പലതരം ആൾക്കാരിലേക്കാണ്. ഇത്തരം ഡിപ്രഷനിലോ മൂഡ് സ്വിങ്സോ ആൻസൈറ്റിയിലൊക്കെ പോകുന്ന ആൾക്കാർ, അതിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ ദേ ഫീൽ വെരി, എന്താ പറയുക, സ്വന്തമായിട്ട് ഭയങ്കര വെറുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് അവർക്ക് വരാം. ആൻഡ് കമ്മിങ് ഫ്രം എ പബ്ലിക് ഫിഗർ ഇറ്റ്സ് ഗോണ ഹേർട്ട് ദം മോർ. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, സ്റ്റേ കാം, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. പക്ഷെ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്ലീസ് തിങ്ക് ദാറ്റ്സ് ഗോണ ഹേർട്ട് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ. സെക്കൻഡ് തിങ്, പണ്ട് ഇപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് നമ്മൾ ഇത് പ്രാന്ത്, ഇപ്പം അതിനെ ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളത്. പണ്ടും ഈ രോഗങ്ങളുണ്ടായിരുന്നു, അത് പ്രാന്തെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ്സ് ബിക്കോസ് നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് പറയാനായിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടായില്ല. ഇന്നിപ്പോൾ നിങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്നുണ്ട്, പണ്ട് നിങ്ങൾക്ക് ആ വേർഡ് അറിയില്ലായിരുന്നു. മൂഡ് സ്വിങ്സ് നമ്മൾ പറയുന്നുണ്ട്, പണ്ട് നമുക്ക് ആ വേർഡ് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിൽ കൂടെ കടന്നു പോയിക്കുന്ന അനവധി ആൾക്കാർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏർലിയർ അതൊന്നും ഉണ്ടായില്ല, അങ്ങനെയല്ല. ഏർലിയർ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് ഉണ്ടായില്ല, അല്ലെങ്കിൽ അറിവ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലുള്ളവർക്ക് മാത്രമായിരുന്നു അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ അവെയർ അബൌട്ട് ഇറ്റ് ഓർ ട്രൈയിങ് ടു ആക്സെപ്റ്റ് ഇറ്റ്. പിന്നെ വേറെ പറഞ്ഞത്, ജോലി ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. മെൻ്റൽ ഹെൽത്ത് കെയറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്, എന്താ പറയണേ, ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഉടമകളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. ഇവർക്കൊന്നും പണിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. വീട്ടമ്മമാരുണ്ട്, ഇവർക്ക് പണിയില്ലാത്തതുകൊണ്ടാണോ? അല്ല. ദേ ആർ ഓൾസോ ഡൂയിങ് എ ലോട്ട് ഓഫ് ജോബ്, അല്ലേ? സോ അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഫുള്ളി നമ്മൾ കട്ട് ചെയ്യാണ്. കാരണം അതങ്ങനെ അല്ല എന്നാണ് ശാസ്ത്രങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും തെളിയിച്ചിരിക്കുന്നത്. സോ ആ ഒരു തെറ്റിദ്ധാരണ വേറെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മാറ്റിക്കളയുക. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ തോന്നുകയാണ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ ആണ്, വെറുതെ ആൾക്കാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ബെസ്റ്റ് തിങ്, ഗോ വിസിറ്റ് എ സൈക്കാട്രിക് വാർഡ് ഓർ ഹോസ്പിറ്റൽ. ആ ഫീലിംഗ് എല്ലാം മാറി കിട്ടും. കാരണം ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയിട്ട് എൻ്റെ ഇൻറ്റേൺഷിപ്സ് തുടങ്ങിയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഐ എം എൻറ്ററിങ് ഇൻ ടു എ സൈക്കാട്രിക് വാർഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ കാണുന്ന കാഴ്ചകൾ വളരെ ബുദ്ധിമുട്ട് ഉള്ളത് തന്നെയാണ് എല്ലാവർക്കും.
അത് അതിലൂടെ പോകുന്നവർക്കും അത് കാണുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ ഇഫ് യു റിയലി തിങ്ക് ദാറ്റ് അങ്ങനെ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആ വഴി ഒന്ന് പോയി നോക്കുക, അതെല്ലാം മാറി കിട്ടും. ഓക്കെ. ആൻഡ് ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ് ഇത്ര എനിക്ക് പറയാനുള്ളൂ. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആക്കാനുള്ളതോ അതോ എക്സ്ക്യൂസോ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒന്നുമല്ല. ഇറ്റ്സ് വെരി റിയൽ തിങ് ആൻഡ് ഇറ്റ്സ് ഡയഗ്നോസിബിൾ ആൻഡ് ഇറ്റ്സ് ട്രീറ്റബിൾ. സോ ബിഫോർ സ്പ്രെഡിങ് ഔട്ട് സംതിങ് ദറ്റ് ഹാം അതർ പീപ്പിൾ, ഡു തിങ്ക് അബൌട്ട് ഇറ്റ്. ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് നോളജ് അബൌട്ട് ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ അഭിപ്രായം മാറുമായിരിക്കും. സോ ആൻഡ് പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് false things that you hear about anything, mainly mental health, because that is very important for all of us. So hope you all like this video. കുറച്ചെങ്കിലും ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. Thank you so much. I'll see you in the next video. Bye.